അപ്പുട്ടിയാക്ക നിങ്ങൾ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി. ഇന്ന് എനിക്ക് ഒരു ഇന്റർവ്യൂ കൂടി ഉണ്ട്. ഈ ജോലി എനിക്ക് കിട്ടുകയാണെങ്കിൽ ആദ്യ ശമ്പളത്തിൽ തന്നെ നിങ്ങൾക്ക് തരാനുള്ള പൈസ ഞാൻ തന്നു തീർക്കും. എന്നാ ഇന്റർവ്യൂവിന് ഞാനും വരാം എൻ്റെ കൂടെ. അല്ല എനിക്കൊരു ജോലി ഇട്ടില്ല, ഇപ്പൊ ഇന്ത്യയും കൂടി ആവശ്യമാണല്ലോ. ഇതാണ് ബിൽഡിങ്. റൂം നമ്പർ എത്രയായിരുന്നു എനിക്ക്? 350. എന്നാ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പോവാ, ഞാൻ റിസപ്ഷനിൽ ഇരിക്കാം. ആ ഓക്കെ. എന്തായി? ഇത് കിട്ടുകയാണെങ്കിൽ നല്ല ജോലിയാ, നല്ല ശമ്പളം മറ്റു ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നെന്താ പ്രശ്നം? ആകെ ഒരു വേക്കൻസി ആണുള്ളത്, അതും അർജന്റ് റിക്വയർമെന്റ് ആണ്. പക്ഷെ എന്നെക്കാളും ക്വാളിഫൈഡും എക്സ്പീരിയൻസും ആയ ആരും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ എടുക്കാന്നാ പറഞ്ഞിട്ടുള്ളത്. തൽക്കാലം എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആരും വന്നിട്ടില്ലെങ്കിൽ ഈ പണി എനിക്ക് കിട്ടും അല്ലേ? ഇവിടെ ഇരിക്ക്, ഞാൻ പുറത്തുണ്ടാവും. ഈ കെആർക ഗ്രൂപ്പ് ഓഫ് കമ്പനി ഈ ബിൽഡിംഗിൽ തന്നെ അല്ല? അതെ. നിങ്ങൾ ഇന്റർവ്യൂവിന് വന്നാണോ? അതെ. ഇവിടെ വരി. നിങ്ങളോടുള്ള ആത്മാർത്ഥോണ്ട് പറയാന്ന് കൂട്ടിക്കോളി, നിങ്ങൾ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണ്ട. ഇത് വെറും പൈസ പറ്റിക്കാനുള്ള ഒരു തട്ടിപ്പ് മാത്രമാണ്. ഇന്റെ ഒരാളെന്നെ ഇപ്പൊ അവിടെ കുടുങ്ങിക്കെടുക്കുന്നുണ്ട്. ഇവിടെ അല്ലേ ഇന്റർവ്യൂ എടുക്കണേ? ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഓൾറെഡി ആളെ പോസ്റ്റ് ചെയ്തല്ലോ. ഞാൻ ഇപ്പൊ ഒരാളായിട്ട് വന്നിട്ട് മടങ്ങി പോന്നു. കൊറേ നേരമല്ല കുട്ടിയാക്ക, ഇനി ഇരിക്കണോ? നിക്കേ, ഒരാളും കൂടി കമ്പനിന്റെ ഓഫീസിൽ. അതെ. എന്നാ അതൊന്ന് കേട്ടിട്ട് പോയിക്കോളി. ആ കമ്പനി മര്യാദക്ക് ഒരാൾക്കും ശമ്പളം കൊടുക്കല്ല. അവിടുത്തെ MD എന്ന് പറഞ്ഞൊരു തെണ്ടിണ്ട്. അയാൾ കാരണം ആ കമ്പനി തന്നെ പൊളിഞ്ഞ് തൂഫാനായി കെടുക്കുക. ഞാൻ നിങ്ങളെ നല്ലതിനു വേണ്ടി പറഞ്ഞുതരാ. ഞാനാടോ ആ കമ്പനിന്റെ MD. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം, കൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കളികാലം, കണ്ടാലൊരു കോലം ഇടിവെട്ടി